ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മെയ് മാസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ നോട്ട്സാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റുള്ള ക്ലാസ്സുകളും കൂടി കേട്ട് നോക്കൂ. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ PSCക്ക് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ, ആസ്പിരൻസ് അല്ല, നിങ്ങൾക്കൊരു റാങ്കേഴ്സ് ആവണം, നിങ്ങൾക്കൊരു ജോലി വാങ്ങണമെന്നുള്ളത് ആവശ്യമാണെങ്കിൽ ചുമ്മാ ശ്രമിക്കുകയല്ലാതെ ഡീപ്പായിട്ട് ശ്രമിക്കുന്നവർക്ക് എൻ്റെ വീഡിയോസൊക്കെ ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാനും നിങ്ങൾക്കൊപ്പമാണ് പഠിക്കുന്നത്. എനിക്ക് നല്ല ഡിഫറൻസ് എനിക്ക് സ്വയം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കൂ. എന്നിട്ട് കുറച്ചൊക്കെ പഠിച്ചിട്ട് ഒരു PYQ പ്രിപ്പയർ ചെയ്ത ഒരു PYQ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് നമ്മുടെ ലെവൽ സ്വയം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പഠിക്കുന്ന കാര്യം തറവായിരിക്കണം. ചുമ്മാ ആരെയും ബോധിപ്പിക്കാനല്ല. നമുക്ക് റാങ്ക് വേണം, നമുക്ക് ജോലി വേണമെന്ന് നമ്മുടെ ആവശ്യമായിട്ട് പഠിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് ഇത്തവണത്തെ LGS ഇനി പരിശ്രമിച്ചാലും മതി. LGSോ LDCയോ VFAയോ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. VFAക്ക് പ്രിലിംസ് ഇല്ല, അറിയാലോ. LDCക്കും LGSനും പ്രിലിംസ് ഉണ്ട്. അപ്പോൾ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം തന്നെ അല്ലാതെയും പ്രിപ്പയർ ചെയ്യണം. എന്നാലേ നമുക്ക് റാങ്കേഴ്സിൽ കയറാൻ പറ്റുള്ളൂ. ഇതിലെല്ലാം ഒരു കോമൺ ഫാക്ടറാണ് കറണ്ട് അഫയേഴ്സ്. ഇത്ര പോർഷൻസ് നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ കറണ്ട് അഫയേഴ്സിൻ്റെ ഫുൾ മാർക്ക് നമുക്ക് നേടാൻ കഴിയും. അപ്പം മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് നോക്കാം. മെയ് 1, 2025 ആദ്യ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് M. മുകുന്ദൻ. ടിസ്ക് സ്ട്രൈഡ് എന്ന പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ഭിന്നശേഷിക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ സഹായ ഉപകരണങ്ങൾ നിർമ്മിക്കുക. 2025 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ. കേരളത്തിലെ ഏത് സർവകലാശാലയാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? കുസാറ്റ്. ദേശീയ സുരക്ഷാ ഉപദേശക സമിതി ചെയർമാൻ അലോക് ജോഷി. പുതിയ കണക്കുപ്രകാരം സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡുകളുടെ എണ്ണം 11. രാജ്യത്തെ എല്ലാ ജാതി ഉപജാതി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര മന്ത്രിസഭ നടത്താനൊരുങ്ങിയത് ജാതി സെൻസസ്. മെയ് 2, സീക്യൂർ പ്രോജക്റ്റ് ഏത് രാജ്യത്തിൻ്റെ സംരംഭമാണ്? യുണൈറ്റഡ് കിങ്ഡം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം മുതൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കും വരെ ഉപയോഗിക്കാവുന്ന പ്രത്യേക സ്റ്റാമ്പ് സെഡെ വക്കാൻഡ. ഇന്ത്യയിലെ ആദ്യത്തെ സർട്ടിഫൈഡ് ഗ്രീൻ മുനിസിപ്പൽ ബോർഡ് പുറത്തിറക്കിയ ഇന്ത്യൻ നഗരം ഗാസിയാബാദ്. കേന്ദ്രീകൃത ഡിജിറ്റൽ ഡേറ്റാബേസായ നാഷണൽ മെഡിക്കൽ രജിസ്റ്ററിൻ്റെ NMR നോവൽ മന്ത്രാലയം. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി നോവൽ ഹെറ്റാറ്റോസ്ട്രക്ചർ കാറ്റലിസ്റ്റ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി INST മൊഹാലി. കോസ്റ്റൽ സ്റ്റേറ്റ് ഫിഷറീസ് മീറ്റ് 2025 വേദിയാകുന്നത് മുംബൈ. കേരളത്തിൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം നിലവിൽ വരുന്നത് മൂന്നാർ. ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം ഓഫ് ഇന്ത്യ GHCI ആരംഭിച്ച മന്ത്രാലയം പുനരുപയോഗം ഊർജ മന്ത്രാലയം. മെയ് 3, ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആരംഭിച്ച ആംഗ്യഭാഷയിലുള്ള ചാനൽ PM eവിദ്യ TTH. രാജ്യത്തെ ഏറ്റവും വലിയ മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് കൊല്ലം. ധാന്യങ്ങൾ ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ATM പ്രവർത്തനം ആരംഭിച്ചത് ഒഡീഷ. ഏതൊക്കെ 2 മന്ത്രാലയങ്ങളാണ് നമസ്തേ പദ്ധതി സംയുക്തമായി ആരംഭിച്ചത്? സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം, ഭവന നഗരകാര്യ മന്ത്രാലയം. 2025 മെയ് മാസത്തിൽ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ലഭിച്ച ബാഡ്മിൻ്റൺ താരങ്ങൾ സ്വാതിക് സായിരാജ്, രംഗിറെഡ്ഡി, ചിറാഗ് ഷെട്ടി. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം കിരീടം ജേതാവ് ആര്യാന സെബലെങ്ക. 28ാമത് ദേശീയ ഗവേണേഴ്സ് സമ്മേളനത്തിന് NCEG ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 2030 ഫുട്ബോൾ ലോകകപ്പിന് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. അടുത്തത് മെയ് 4,
മെയ് 4 2025 ഏപ്രിലിൽ അന്തരിച്ച സാക്ഷരതാ പ്രവർത്തനങ്ങളിലൂടെ പ്രശസ്തമായും മുൻ പത്മശ്രീ ജേതാവായ വ്യക്തി KV റാബിയ. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ ഗവേഷണ വികസന വിഭാഗം ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി R. ഹരികുമാർ. ഇന്ത്യയിൽ ആദ്യമായി ലഹരി വേട്ടയ്ക്ക് നിർമ്മിത ബുദ്ധി സംവിധാനം ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളം. ഈലോൺ മാസ്കിന്റെ XAI പുതുതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ട് ഗ്രോക്ക് 3. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കാനും തുരത്താനും അസ്ത്ര V1 എന്ന ഡ്രോൺ വികസിപ്പിച്ചത് IIT കോട്ടയം. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. 2025 ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക വിന്യാസം ബോംഗോ സാഗർ. സ്ട്രാറ്റോസ്ഫെറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യ സ്വന്തമായി വികസിപ്പിച്ച ആദ്യ പരീക്ഷണ പറക്കൽ നടത്തിയത് മധ്യപ്രദേശ്. മെയ് 5 കുഞ്ചൻ നമ്പ്യാർ ദിനമായി ആചരിക്കുന്നത് മെയ് 5. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏത് മന്ത്രാലയത്തിന്റെ ഭരണ നിയന്ത്രണത്തിലാണ്? പുനരുപയോഗ ഊർജ മന്ത്രാലയം. 2025 യോഗ മഹോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം നാസിക്, മഹാരാഷ്ട്ര. ഭാരത് ബിൽപേയുമായി സഹകരിക്കുന്ന പേയ്മെന്റ് ബാങ്ക് എയർടെൽ പേയ്മെന്റ് ബാങ്ക്. 2025 ഓസ്ട്രേലിയൻ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പാർട്ടി ലേബർ പാർട്ടി. ഗ്യാസയിൽ കുട്ടികളുടെ ആരോഗ്യ കേന്ദ്രമായി പുനർനിർമ്മിക്കപ്പെടുന്ന വാഹനം പോപ്പ് ബോയിൽ. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് HV ഈശ്വർ. MP വീരേന്ദ്രകുമാർ സ്മാരക പ്രഥമ ദേശീയ പുരസ്കാരത്തിന് അർഹനായത് പാണ്ഡുരംഗ ഹെഗ്ഡെ. അടുത്തത് മെയ് 6. പഹൽഗ്രാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഡാറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനാകുന്നത് പ്രകാശ് മഗ്ദം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ECNet. 2025 മിയാമി ഗ്രാൻഡ് പ്രീ ഫോർമുല 1 മത്സരത്തിൽ വിജയിച്ചത് ഓസ്കാർ പിയസ്ട്രി. പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിംഗ് നൽകണമെന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ കേരള നഗരനയ കമ്മീഷൻ. സ്ത്രീകളുടെ പേരിൽ വീട്, വസ്തു തുടങ്ങിയവ വാങ്ങിയാൽ 1% ഫീസ് ഇളവ് അനുവദിക്കണമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട്. സ്വാമിത്വ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള നോബൽ മന്ത്രാലയം പഞ്ചായത്ത് രാജ് മന്ത്രാലയം. മെയ് 7 പഹൽഗ്രാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നൽകിയ സർജിക്കൽ സ്ട്രൈക്കായ ഓപ്പറേഷൻ സിന്ദൂറിന് പേര് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രയോഗിച്ച 50-70 കിലോമീറ്റർ റേഞ്ചുള്ള ആകാശത്തു നിന്നും കരയിലെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് തൊടുക്കാവുന്ന ബോംബ് ഹാമർ ഹൈലി എജൈൻ മോഡുലാർ മ്യൂണീഷൻ എക്സ്റ്റൻഷൻ റേഞ്ച്. ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രയോഗിച്ച 250 കിലോമീറ്റർ റേഞ്ചുള്ള GPS-ഉം ഭൂപ്രദേശത്തിന്റെ മാപ്പും അടിസ്ഥാനമാക്കി ലക്ഷ്യസ്ഥാനത്തെത്തുന്ന മിസൈൽ സ്കാൽ PG മിസൈലുകൾ അഥവാ സ്റ്റോം ഷാഡോ. 2025 മെയിൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ച ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ സൈനിക നടപടികൾ വിവരിച്ചത് കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷി, വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. സംസ്ഥാന സർക്കാരിന്റെ കുടുംബശ്രീയുടെ മികച്ച ജില്ലാ മിഷനുള്ള പുരസ്കാരം നേടിയത് കൊല്ലം, 2ാം സ്ഥാനം തൃശ്ശൂർ, 3ാം സ്ഥാനം എറണാകുളം, വയനാട്. ഛത്തീസ്ഗഡ് ബിജാപൂർ ജില്ലയിലെ മാവോദിവാദികളുടെ സുരക്ഷാ സേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സങ്കൽപ്. മെയ് 8 ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും തകർക്കാനായി ഇന്ത്യ ഉപയോഗിച്ച മിസൈൽ പ്രതിരോധ സംവിധാനം S-400 സുദർശൻ ചക്ര റഷ്യൻ നിർമ്മിതം. ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ മാർപ്പാപ്പയായി സ്ഥാനമേറ്റത് കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവാസ്റ്റ് ലിയോ 14. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയാണ്. US-ൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ്. US-ലും പെറുവിലും പൗരത്വമുണ്ട്. ദരിദ്രർക്കുള്ള സഭ എന്ന ആശയത്തിന്റെ വക്താവും. ഈയിടെ പോളണ്ടിലെ ക്രൗകൗവിൽ നടന്ന വാർ
ഇഫ്ര വേൾഡ് മീഡിയ അവാർഡ്സ് 2025 ബെസ്റ്റ് ഇൻ ഡിജിറ്റൽ അഡ്വഞ്ചറിംഗ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് കാറ്റഗറിക്ക് കീഴിലുള്ള വേൾഡ് വിന്നർ അവാർഡ് നേടിയത് ദി ഹിന്ദു. രണ്ടാം ലോകയുദ്ധ വിജയത്തിൻ്റെ 80ാം വാർഷിക ദിനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചരിത്രപരമായ വ്യാപക കരാറിൽ ഒപ്പുവെച്ചത് ഏത് രാജ്യവുമായാണ്? ബ്രിട്ടൻ. ലഹരിക്കെതിരെ മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയ ലഹരി വിരുദ്ധ സന്ദേശയാത്ര കിക്ക് ഡ്രഗ്സ് യെസ് ടു സ്പോർട്സ്. 130 കിലോമീറ്റർ വേഗം സാധ്യമാകുന്ന സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ സെക്ഷൻ ആകാൻ പോകുന്നത് ഷൊർണൂർ ടു കണ്ണൂർ പാത. അടുത്തത് മെയ് 9. 2025 മെയിൻ ബ്രഹ്മോസ് മിസൈലുകളുടെ നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്, ലക്നൗ. 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് മത്സരവേദി ബ്രസീൽ. പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിൻ്റെ തിങ്കൾ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണം. ഇന്ത്യയിലെ രണ്ടാമത്തെ കപ്പ് മുഹമ്മദ് റഫി മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട്, ആദ്യത്തേത് മുംബൈ. 2025 ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ചത് ജി സുധാകരൻ. കേസന്വേഷണത്തിനായി വ്യക്തികളെ കാരണമറിയാതെ അറസ്റ്റ് ചെയ്യുന്നത് മൗലികാവകാശ ലംഘനമെന്ന് പറഞ്ഞത് കേരള ഹൈക്കോടതി. ഓപ്പറേഷൻ സിന്ദൂറിന് ബദലായി പാകിസ്ഥാൻ ആക്രമണത്തിനുപയോഗിച്ച തുർക്കി നിർമ്മിത ഡ്രോൺ ആസിഡ് ഗാർഡ് സോംകാർ ഡ്രോൺ. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശ യാത്രികർക്ക് ചന്ദ്രനിൽ വഴികാട്ടാൻ സ്പാനിഷ് കമ്പനിയായ GMV രൂപീകരിച്ച പുതിയ സംവിധാനം GPS ലൂപ്പിൻ. അടുത്തത് മെയ് 10. ലോക മാതൃകാ ദിനമായി ആചരിക്കുന്നത് മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച. 2025 മെയിൻ കേരള വിജിലൻസ് മേധാവിയായി ചുമതലയേറ്റത് മനോജ് എബ്രഹാം. ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് സൂര്യകാന്ത്. ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ച് മധ്യപൂർവ്വ ദേശത്തെ ഏകരാജ്യം തുർക്കി. രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാലയാകാൻ പോകുന്നത് ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മുംബൈ. കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്ന പേരിൽ സിനിമാറ്റിക് വ്യാഖ്യാനമൊരുക്കുന്ന കൃഷ്ണാഷ്ടമി എന്ന കവിത രചിച്ചത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട കാണ്ഡഹാർ വിമാന റാഞ്ചലിൻ്റെ മുഖ്യ സൂത്രധാരൻ മുഹമ്മദ് യൂസഫ് അസ്സഹർ. സംസ്ഥാനത്ത് ഇനി മുതൽ ആൻറ്റിബയോട്ടിക്കുകൾ ഏതു നിറത്തിലുള്ള കവറിൽ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്? നീല. മെയ് 11. 2025 മെയ് 11 90ാം വാർഷികം ആഘോഷിക്കുന്ന C. കേശവൻ്റെ പ്രസിദ്ധമായ പ്രസംഗം കോഴഞ്ചേരി പ്രസംഗം. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശിൽ നിരോധിച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗ്. കേരള പ്രീമിയർ ലീഗ് 2025 ചാമ്പ്യന്മാരായത് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി. 2025 മെയിൽ അന്തരിച്ച കാർഷിക ശാസ്ത്രജ്ഞനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് മുൻ ഡയറക്ടറും പത്മശ്രീ ജേതാവുമായ വ്യക്തി ഡോക്ടർ സുബ്ബണ്ണ അയ്യപ്പൻ. 72ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൻ്റെ വേദി ഹൈദരാബാദ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റത് TK മീരാബായി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വാഴപ്പഴത്തിൻ്റെ ഫലഗുച്ഛം കണ്ടെത്തിയത് ആൻഡമാൻ നിക്കോബാറുകളിലെ കാടുകളിൽ നിന്ന്. 5 വർഷത്തേക്ക് NAC അക്രഡിറ്റേഷൻ ലഭിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഫിഷറീസ് സർവകലാശാല കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് കുഫൂസ്. അടുത്തത് മെയ് 12. ലോക മാതൃദിനം മെയ് 12. കര, നാവിക, വ്യോമസേനകളിലെ 12 വനിതാ ഓഫീസർമാർ മുംബൈയിൽ നിന്ന് സെയ്ഷസിലേക്കുള്ള 4000 നോട്ടിക്കൽ മൈൽ സമുദ്ര പര്യടനം നടത്തുന്ന കപ്പൽ IASV ത്രിവേണി. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാ വർമ്മ. ഐക്യരാഷ്ട്രസഭയുടെ ഏത് ഏജൻസിയാണ് ഭാവിയിൽ ഉണ്ടാകാൻ ഇടയുള്ള മഹാമാരികളെ നേരിടുന്നതിന് എങ്ങനെ തയ്യാറെടുക്കാമെന്ന കാര്യത്തിൽ നിർണായക ഉടമ്പടി ഉണ്ടാക്കിയത്? ലോകാരോഗ്യ സംഘടന. പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ തുറമുഖം വിഴിഞ്ഞം.
2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയറായി തിരഞ്ഞെടുത്ത ഫോട്ടോ പകർത്തിയ ഫോട്ടോഗ്രാഫർ സമർ അബ്രു യെലൂഫ്, പാലസ്തീൻ ഫോട്ടോഗ്രാഫർ. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഫോർ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യക്കാരിയായ സാഹിത്യ നിരൂപക ഗായത്രി ചക്രവർത്തി സ്പിവാക്. മെയ് 13 UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് മൈ മെൽബൺ. രണ്ടാമത് മിസ് വേൾഡ് മത്സരങ്ങൾ നടക്കുന്ന ഇന്ത്യൻ നഗരം ഹൈദരാബാദ്. കേരളത്തിലെ ആദ്യ ആനിമൽ ഹോസ്പീസ് സെൻറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് കുപ്പാടി മാനന്തവാടി. കേരളത്തിൻ്റെ പുതിയ എക്സൈസ് കമ്മീഷണറായി നിയമിതനായത് R. അജിത് കുമാർ. താപ്തി മെഗാ റീചാർജ് പദ്ധതിക്കായി ധരാണ പത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. ദേശീയ നിയമസേവന അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായ രാഷ്ട്രപതിയുടെ നാമനിർദ്ദേശം ചെയ്ത വ്യക്തി ജസ്റ്റിസ് സൂര്യകാന്ത്. തണ്ടർ ബോൾട്ട് 15 എന്നറിയപ്പെടുന്ന PL-15 എന്ന ദീർഘദൂര എയർ ടു എയർ മിസൈൽ വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈന. രാജ്യത്തെ സൈനിക നീക്കങ്ങളും അതിർത്തിയിലെ സേനാ ഓപ്പറേഷനും ആസൂത്രണം ചെയ്യുന്ന രാജ്യത്തിൻ്റെ DGMO പദവി വഹിക്കുന്നത് ലഫ്റ്റനൻറ്റ് ജനറൽ രാജീവ് ഗൈ. അടുത്തത് മെയ് 14 ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ 3 ലഷ്കർ ഇ തൊയ്ബ ഭീകരരെ സുരക്ഷാ സേന വധിച്ച ഓപ്പറേഷൻ കൊല്ലർ. ഗൂഗിളിൻ്റെ AI കേന്ദ്രീകൃത ബ്രാൻഡിങ്ങിന് പ്രതിഫലിക്കുന്ന പുതിയ G ലോഗോ പരിഷ്കരിച്ചത് 2025 മെയ്യിൽ. കാശ്മീർ നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ഉപഗ്രഹം റീസാറ്റ് 1B ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റം വികസിപ്പിച്ച രാജ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. സമുദ്രത്തെയും കാലാവസ്ഥാ രീതികളെയും കുറിച്ച് പഠിക്കുന്നതിനായി ലിറ്റ്മോസ് എന്ന ഉയർന്ന സൊല്യൂഷനുള്ള സമുദ്ര സിമുലേഷൻ സംവിധാനം വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈന. സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച കുട്ടികളെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനായി ഏത് നഗരത്തിലാണ് നയി ദിശ സംരംഭം ആരംഭിച്ചത്? ന്യൂഡൽഹി. 2024 YR-4 എന്ന ചിഹ്നഗ്രഹം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ദൂരദർശിനി അറ്റ്ലസ് ടെലിസ്കോപ്പ്. ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുന്നവർക്ക്, വിധവകൾ, ഭിന്നശേഷിക്കാർ, ഗുരുതര രോഗബാധിതർ, ദുരന്തബാധിതർ എന്നിവർ ഉപജീവന മാർഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി പ്രത്യാശ. അടുത്തത് മെയ് 15 സംസ്ഥാനത്തെ പട്ടികജാതി വിഭാഗത്തിലുള്ളവർക്ക് സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം നൽകുന്നതിന് പട്ടികജാതി വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി ലക്ഷ്യ. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ മന്ത്രിസഭയിൽ അംഗമായ ഇന്ത്യൻ വംശജർ അനിത ആനന്ദ്. ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ചത് ആർട്ടിക്കിൾ 21. ട്രാൻസ്ജെൻഡറുകൾക്ക് കൈത്താങ്ങാവാൻ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി തണലിടം. ടെറിട്ടോറിയൽ ആർമി ലഫ്റ്റനൻറ്റ് കേണൽ പദവി ലഭിച്ച കായിക താരങ്ങൾ അഭിനവ് ബിന്ദ്ര, കപിൽ ദേവ്, മഹേന്ദ്ര സിംഗ് ധോണി, നീരജ് ചോപ്ര. കേരള പോലീസ് അക്കാദമി ഡയറക്ടറായി നിയമിതനായത് ബൽറാം കുമാർ ഉപാധ്യായ. UK ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ മൈ മെൽബൺ. 2025 മെയ്യിൽ പുതിയ UPSC ചെയർമാനായി നിയമിതനായത് അജയ് കുമാർ. അടുത്തത് മെയ് 16 നാഷണൽ ഡെങ്ക് ഡേ. മെയ് 16 ഇന്ത്യയുടെ 86ാമത് ഗ്രാൻഡ് മാസ്റ്റർ ശ്രീഹരി. അംബിക സൂത്രൻ മാങ്ങാടിനെ മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡിന് അർഹയാക്കിയ നോവൽ അല്ലോഹലൻ. രാജ്യത്തെ ആദ്യ ഹരിത മറൈൻ ആംബുലൻസ് കം ഡിസ്പെൻസറി ഹോപ്പ് ഓൺ നീറ്റിലിറങ്ങുന്നത് കൊച്ചി. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി നടന്ന ആക്രമണങ്ങളുടെ യഥാർത്ഥ വിവരങ്ങൾ ഉപഗ്രഹ ചിത്ര തെളിവുകളോടെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർണായക പങ്കുവഹിച്ച മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനി കവ സ്പേസ്. കായിക്കര കുമാരനാശാൻ സ്മാരകം നൽകുന്ന K. സുധാകർ ആശാൻ യുവകവി പുരസ്കാരം നേടിയത് PS. ഉണ്ണികൃഷ്ണൻ. ഗോൾഡൻ ഡ്രാഗൺ മിലിറ്ററി എക്സർസൈസ് ചൈനയും ഏതു രാജ്യവും തമ്മിലുള്ള ഒരു ഉഭയപക്ഷീയ അഭ്യാസമാണ്. കംബോഡിയ. 2025 മെയ്യിൽ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. അടുത്തത് മെയ് 17
OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് ഏച്ചിക്കാനം. 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്ര. സാംസ്കാരിക വകുപ്പിന് കീഴിൽ 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളവേദി കൊട്ടാരക്കര. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിയൻ നീരജ് ചോപ്ര എറിഞ്ഞ ദൂരം 90.23. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരൻ 90 മീറ്റർ മറികടക്കുന്നത്. കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി കേരള സർക്കാർ സ്ഥാപിക്കുന്ന പ്രത്യേക ഗ്രിഡ് കേരള കെയർ. ഇന്ത്യൻ നാവികസേനയുടെ തന്ത്രപ്രധാന സമുദ്ര പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ ലക്ഷ്യമിടുന്ന മാരിടൈം തിയേറ്റർ കമാൻഡിന് പരിഗണനയിലിരിക്കുന്ന കേരളത്തിലെ പ്രദേശം തിരുവനന്തപുരം. വിദ്യാർത്ഥികളിലും യുവാക്കളിലും സംരംഭകത്വ സ്വഭാവം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ക്ലബ് ED ആരംഭിച്ചത് സംരംഭകത്വ വികസന ക്ലബ്. ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് സൂര്യകാന്ത്. മെയ് 18 അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്രപരിജ്ഞാനം പര്യവേഷണം ചെയ്യുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഗോത്രഹേരി. 2025 മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹനായത് സുഭാഷ് ചന്ദ്രൻ. പ്രൊജക്ട് ലയൺ പ്രകാരം ഏഷ്യൻ സിംഹങ്ങളുടെ 2ാമത്തെ ആവാസ കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വന്യജീവി സങ്കേതം ബർദ വന്യജീവി സങ്കേതം. ഇറ്റാലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവായത് ജാസ്മിൻ പൗലിനി. ശ്രീനാരായണ ഗുരു അപൂർവതകളുടെ ഋഷി എന്ന കൃതി എഴുതിയത് M. ചന്ദ്രബാബു. റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതി. ഇന്ത്യൻ സൈന്യം ടീസ്റ്റാർ പ്രഹാർ അഭ്യാസം നടത്തിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. അടുത്തത് മെയ് 19. വെബ് ബ്രൗസറായ ക്രോമിൽ കൊണ്ടുവന്ന നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ലാർജ് ലാംഗ്വേജ് മോഡൽ നാനോ. മികച്ച പാർലമെൻറ്റിനായുള്ള സൻസദ് രത്ന പുരസ്കാരത്തിന് അർഹനായത് NK പ്രേമചന്ദ്രൻ. ലിംഗസംവേദനക്ഷമതയും വിദ്യാർത്ഥി സുരക്ഷതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്യാമ്പസ് കോളിംഗ് പരിപാടി ആരംഭിച്ച സംഘടന ദേശീയ വനിതാ കമ്മീഷൻ. 2025 ഇറ്റാലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. 2025 സാഫ് അണ്ടർ-19 ഫുട്ബോൾ ജേതാക്കൾ ഇന്ത്യ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിഡന്റായി ചുമതലയേറ്റത് TK മീരാബായ്. 2025 ശ്രീ വേലുത്തമ്പി പുരസ്കാരം നേടിയത് ശ്രീകുമാരൻ തമ്പി. സൗജന്യ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ നിലവിൽ വരുന്നത് മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം. അടുത്തത് മെയ് 20. 2025 മെയ്യിൽ അന്തരിച്ച ഹൊയ്ലി നാർലിക്കൺ ഗുരുത്വാകർഷണ സിദ്ധാന്തത്തിലൂടെ അന്താരാഷ്ട്ര ഖ്യാതി നേടിയ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞൻ ഡോക്ടർ ജയന്ത് വിഷ്ണു നാർലിക്കർ. 2025 മെയ്യിൽ അന്തരിച്ച രാജ്യത്തെ പ്രമുഖ ആണവ ശാസ്ത്രജ്ഞനും ആണവോർജ കമ്മീഷൻ മുൻ ചെയർമാനും ആണവ റിയാക്ടറുകളുടെ ശില്പി എന്നറിയപ്പെടുന്നതുമായ വ്യക്തി ഡോക്ടർ MR ശ്രീനിവാസൻ. ലിബി ടെക് ഇന്ത്യ നടത്തിയ പഠനത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വ്യക്തിഗത തൊഴിൽ ദിനങ്ങൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഒഡീഷ 34.8%. ജുഡീഷ്യൽ സർവീസിൽ നിയമനം നൽകാൻ കുറഞ്ഞത് എത്ര വർഷത്തെ അഭിഭാഷക വൃത്തി നിർബന്ധമാണെന്നാണ് സുപ്രീം കോടതി ഹൈക്കോടതികൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും നിർദ്ദേശം നൽകിയത്? 3 വർഷം. സംസ്ഥാനത്തെ ഏത് സ്ഥാപനം വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്നാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ M. ശ്രീകുമാർ അടുത്തിടെ ഉത്തരവിട്ടത്? സംസ്ഥാനത്തെ ബാർ അസോസിയേഷനുകൾ. തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ അതിർത്തി പുനർനിർണയിച്ച് നടത്തിയ വിഭജനത്തിൽ എത്ര വാർഡുകളായി പുതിയതായി കൂടിയത്? 1375. ആകെ 17,337. 2025 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലഭിച്ച കന്നഡ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ വ്യക്തി ബാനു മുഷ്താഖ്. ഹാർട്ട് ലം എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് ലഭിച്ചത്. ബുക്കർ ഇൻ്റർനാഷണൽ പ്രൈസ് ലഭിച്ച ബാനു മുഷ്കത്തിൻ്റെ ഹാർട്ട് ലംപ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് ദീപ ബസ്തി. അടുത്തത് മെയ് 21. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി ബന്ധു ക്ലിനിക് പദ്ധതി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ട്രൈബ്യൂണലായി ചുമതലയേറ്റത് K. സോമൻ.
എവറസ്റ്റ് കൊടുമുടിയുടെ ഏറ്റവും ഉയരത്തിലെത്തിയ മലയാളി വനിത സഫ്രീന ലത്തീഫ്. ഇന്ദിര സൗരഗിരി ജലവികാസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന. സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആളില്ലാ വിമാനമായ ഇന്ത്യയുടെ ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോം HAP പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ച സംഘടന നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് NAL. 2025 മെയ് മാസത്തിൽ കേന്ദ്ര കൃഷി മന്ത്രാലയം ആരംഭിച്ച രാജ്യവ്യാപക കാർഷിക പ്രചാരണം വീക്ഷിത് കൃഷി സങ്കൽപ് അഭിയാൻ. ഇന്ത്യൻ സൈന്യം T-STAR പ്രകാർ അഭ്യാസം നടത്തിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയ്ക്കായി സ്ട്രാറ്റോസ്ഫിയറിക് എയർഷിപ്പ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ച സ്ഥാപനം ഏരിയൽ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആഗ്ര. അടുത്തത് മെയ് 22. 2025 ലോക ഹൈഡ്രജൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം റോട്ടർഡാം, നെതർലാൻഡ്. ഭാരത് ബയോടെക് വികസിപ്പിച്ച കോളറയ്ക്കുള്ള ഓറൽ വാക്സിൻ ഹിൽകോൾ. കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൻ്റെ ചെയർപേഴ്സണായി നിയമിതനായത് TK മിനിമോൾ. 2025 ബുക്കർ ഇൻ്റർനാഷണൽ പുരസ്കാരം ലഭിച്ച കന്നഡ എഴുത്തുകാരി ബാനു മുസ്താഖ്. ഭൂഖണ്ഡാന്തര RS-24 യാർഡ് എന്ന ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുത്ത രാജ്യം റഷ്യ. ഇറ്റാലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം 2025 നേടിയത് കാർലോസ് അൽക്കാരസ്. ത്രിമാന വീഡിയോ കോളുകൾ ലഭ്യമാക്കുന്നതിന് HP-യുമായി ചേർന്ന് ഗൂഗിൾ അവതരിപ്പിക്കുന്ന പുതിയ പ്ലാറ്റ്ഫോം ഗൂഗിൾ ബീം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി മാറിയ സംസ്ഥാനം മിസോറാം. മെയ് 23. പൗരാണിക കാലത്ത് സമുദ്ര വ്യാപാരത്തിന് ഉപയോഗിച്ചിരുന്ന കപ്പലിൻ്റെ മാതൃകയിൽ നാവികസേന നിർമ്മിച്ച കപ്പൽ INS കൗണ്ഡിന്യ. എവറസ്റ്റ് കീഴടക്കുന്ന ഇന്ത്യയിലെ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ സ്ത്രീയും ലോകത്തിലെ 5ാമത്തെ വ്യക്തിയുമായി മാറി ചരിത്രം സൃഷ്ടിച്ചത് ചോൻസിങ് ആങ്മോ. 34ാമത് പത്മരാജൻ പുരസ്കാരത്തിന് മികച്ച നോവലിസ്റ്റിനുള്ള പുരസ്കാരം നേടിയ S ഹരീഷിൻ്റെ നോവൽ പട്ടുനൂൽപ്പുഴു. മലയാള സിനിമാ നടൻ ബഹദൂറിൻ്റെ പേരിൽ പുറത്തിറക്കിയ പുതിയ ലിപി ബഹദൂർ അക്ഷരങ്ങൾ, ബഹദൂർ ഫോണ്ട്. 2025 മെയ്യിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമർ സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ ചിറയൻകീഴ്, വട്ടക്കര. ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ ഹിൽകോൾ. താൽപ്പര്യങ്ങളുടെ വകഭേദം എന്നറിയപ്പെടുന്ന കോവിഡ് വകഭേദം JN.1. 2025 യൂറോപ്പ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ടോട്ടൻഹാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തോൽപ്പിച്ചു. മെയ് 24. നിയാലിയ ടിയാൻകോജെൻസിസ് എന്ന പുതിയ ഇനം ബാക്ടീരിയ കണ്ടെത്തിയ രാജ്യം ചൈന. ഇന്ദിര സൗര ഗിരികല വികാസം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തെലങ്കാന. ലൈവ് ക്യാമറ ഓപ്ഷൻ തുറന്നാൽ ചുറ്റുമുള്ളത് എന്തൊക്കെയാണെന്ന് കണ്ടു മനസ്സിലാക്കി ചോദ്യങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന ഗൂഗിളിൻ്റെ പുതിയ ഫീച്ചർ ജെമിനി ലൈവ്. 2025 പത്മരാജൻ പുരസ്കാരത്തിന് മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡിനർഹനായ PS റഫീഖിൻ്റെ ചെറുകഥ ഇടമലയിലെ യാക്കൂബ്. അഗേത എന്ന നോവൽ രചിച്ചത് S പ്രിയദർശൻ. ISSF ജൂനിയർ വേൾഡ് കപ്പ് 2025 10 മീറ്റർ എയർ പിസ്റ്റലിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം കനബ ബുത്വാർ. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായി ആരംഭിച്ച ക്യാമ്പയിൻ ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക. ഇന്ത്യയിലെ MSMEകൾക്ക് ഇക്വിറ്റി പിന്തുണ നൽകുന്നതിനായി സർക്കാർ ആരംഭിച്ച പദ്ധതി SRI ഫണ്ട് സ്കീം. മെയ് 25. ഓട്ടിസം ഡൗൺ സിൻഡ്രോം ബാധിതർ വീട്ടിൽ നിന്ന് ഇറങ്ങി വഴി തെറ്റിയാൽ സുരക്ഷിതമായി തിരിച്ചെത്താനുള്ള ഇലക്ട്രിക് ഉപകരണം കവച്. സമ്പൂർണ്ണ ഡിജിറ്റൽ വൽക്കരണത്തിലേക്ക് ഒരുങ്ങുന്ന കേരളത്തിലെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ശാസ്ത്ര സാങ്കേതിക ആരോഗ്യ മേഖലകളിൽ നിന്നും വിരമിച്ചവരുടെ ജ്ഞാനവും അനുഭവസമ്പത്തും വിദഗ്ധോപദേശത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ പദ്ധതി വിസ്ഡം ബാങ്ക്. ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിലെ മലമ്പ്രദേശ് CRPF പോലീസ് മേധാവികൾ നടത്തിയ മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ്. കൃഷിഭൂമിയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന അഗ്രി വോൾട്ടേജ് പ്രൊജക്റ്റ് അഥവാ സോളാർ ഫാമിംഗ് അവതരിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്.
ഹൈബ്രിഡ് നെൽവിത്തുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ്. നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച 2025 ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഒഡീഷ. 2025 മെയ്യിലെ കണക്ക് പ്രകാരം ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യം ഇന്ത്യ. അടുത്തത് മെയ് 26. 2025 കൂപ്പെ ഡി ഫ്രാൻസ് ഫ്രഞ്ച് കപ്പ് ജേതാക്കൾ PSG. കോഴിക്കോട് ജില്ലയിലെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്പീഷീസുകൾ: പുഷ്പം അതിരാണി, ജലജീവി നീർനായ, മത്സ്യം പാതാളപ്പൂത്താരകൻ, പക്ഷി മേനിപ്പൊന്മാൻ, മൃഗം ഈനാമ്പേച്ചി, ശലഭം മലബാർ റോസ്, വൃക്ഷം ഈയക്കം. ഇന്ത്യയുടെ സർവം AI പുറത്തിറക്കിയ പുതിയ ഫ്ലാഗ്ഷിപ്പ് ലാർജ് ലാംഗ്വേജ് മോഡൽ സർവം M. ഇന്ത്യൻ ടെസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ശുഭാത്മാൻ ഗിൽ. 51 ഭാഷകളിൽ സംസാരിക്കുന്ന AI അധിഷ്ഠിത അധ്യാപികയെ നിർമ്മിച്ച കേരളത്തിലെ വിദ്യാലയം കോട്ടൂർ AKMHSS മലപ്പുറം. 2025 മാഡം കുഞ്ഞിക്കുട്ടൻ സ്മാരക പുരസ്കാരം ലഭിച്ചത് ആശാമേനോൻ. 2025 മെയ് മാസത്തിൽ ലോകത്തിലെ ആദ്യത്തെ മൃഗാരോഗ്യ റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്ത്. 2025 മെയ്യിലെ കണക്ക് പ്രകാരം ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയ രാജ്യം ഇന്ത്യ. അടുത്തത് മെയ് 27. 26ാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ദക്ഷിണ കൊറിയയിലെ ഗുമി. കർണാടകയ്ക്കും ഗുജറാത്തിനും ശേഷം ബഹിരാകാശ വ്യവസായ നയം അംഗീകരിച്ച 3ാമത്തെ സംസ്ഥാനം തമിഴ്നാട്. അതിഥി തൊഴിലാളികളുടെ മക്കളെ അംഗൻവാടികളിലും സ്കൂളിലെത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി IAEXAC. വരൂ ഒരുമിച്ച് പഠിക്കാം. ആകാശ് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം വികസിപ്പിച്ചെടുത്ത സ്ഥാപനമേത്? DRDO. വനിതകളെ മാത്രമായി ബഹിരാകാശത്തെത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ പേടകം ന്യൂ ഷേപ്പ്. ഭാരത് ഫോഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി IITM പൂനെ. കേരളത്തിൽ വിദ്യാർത്ഥികൾക്കായുള്ള ഇൻഫോടെയിൻമെന്റ് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. കേരളത്തിൽ വിദ്യാർത്ഥികൾക്കായുള്ള ഇൻഫോടെയിൻമെന്റ് പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. 2025 46ാമത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആസിയാൻ ഉച്ചകോടിയുടെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം മലേഷ്യ. അടുത്തത് മെയ് 28. 31ാം തവണയും എവറസ്റ്റ് കീഴടക്കി സ്വന്തം റെക്കോർഡ് തിരുത്തിയത് ക്യാമറിത ഷെർപ്പെ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രയാകുന്ന ആദ്യത്തെ ഭാരതീയൻ ശുഭാംശു ശുക്ല. ലോകത്ത് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ അൾട്രാ ഹൈ റെസല്യൂഷൻ കാലാവസ്ഥാ മോഡൽ ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം. പ്രഥമ MP വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ ലീഡർഷിപ്പ് പുരസ്കാരം നേടിയത് പാണ്ഡുരംഗ ഹെഗ്ഡെ. സൈബർ ആക്രമണത്തിൽ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം മായ OS. പൊതു സുരക്ഷ, ലിംഗസമത്വം, വൈവിധ്യങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങിയ സാമൂഹിക സൂചകങ്ങളിൽ രാജ്യത്തെ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളം. കാർഷിക മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം NAPS ഏത് മന്ത്രാലയത്തിൻ്റെ സംരംഭമാണ്? നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം. അടുത്തത് മെയ് 29. മെയ് 29 INS തരിണി എന്ന പായ്ക്കപ്പൽ സാഗര പരീക്ഷണം പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ നാവികർ. നാവികസേന ലഫ്റ്റനന്റ് കമാൻഡറായ A. രൂപ K. ദിൽന. ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നടത്തുന്ന ഗതാഗത ബോധവൽക്കരണ ക്ലാസ് ഗ്രീൻ സിഗ്നൽ. 2025 മെയ്യിൽ അന്തരിച്ച 2004 മുതൽ എല്ലാ വർഷവും പക്ഷികളെ തേടി ബെയ്റ്റ് റേസ് നടത്തുന്ന പ്രശസ്ത വന്യജീവി ഫോട്ടോഗ്രാഫറും പക്ഷികളെക്കുറിച്ചുള്ള ഒട്ടേറെ പുസ്തകങ്ങളുടെ രചയിതാവുമായ വ്യക്തി സുഞ്ജോയ് മോൻക. 2025 മെയ്യിൽ നുവാൻസ് വൈസ് ചാൻസലറായി നിയമിതനായത് GP റെഡ്ഡി. 2025 മെയ്യിൽ അന്തരിച്ച ആഫ്രിക്കൻ നോവലിസ്റ്റും നാടകകൃത്തും ആഫ്രിക്കൻ സാഹിത്യത്തിലെ അതികായകൻ എന്നറിയപ്പെടുന്നതുമായ വ്യക്തി ഗൂഗി വ തിയോങ്കോ. UEFA എല്ലാ ക്ലബ് കിരീടങ്ങളും നേരിടുന്ന ആദ്യ ടീമായി മാറിയത് ചെൽസി. 2025 മെയ്യിൽ ഫ്രഞ്ച് ഓപ്പണിൽ നിന്ന് വിരമിച്ച വെറ്റമൻ താരം റിച്ചാർഡ് റാസ്കെ. 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്
വനിതാ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ മലയാളി താരം ആൻസി സോജൻ. മെയ് 30 കർണാടകയുടെ വനം വന്യജീവി അംബാസഡറായി നിയമിതനാകുന്നത് അനിൽ കുബ്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ അംഗീകാരമുള്ളതും ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ 20 MW 4 MWH സ്റ്റാൻഡ് എലോൺ യൂട്ടിലിറ്റി സ്കെയിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലവിൽ വന്നത്. 2024-25 ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയത് കേരളം. 2025 യുവേഫ കോൺഫറൻസ് ലീഗ് ജേതാക്കൾ ചെൽസി. ഇന്ത്യയിലെ ഏത് ജില്ലയിലാണ് സൗരോർജ്ജം ഉപയോഗിച്ച് മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്നത്? ദിയു. 600 ദശലക്ഷം വർഷം പഴക്കമുള്ള സ്ട്രോമോലൈറ്റുകൾ അടുത്തിടെ കണ്ടെത്തിയത് ചമ്പാഘട്ട്, ഹിമാചൽ പ്രദേശ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗലിസ്റ്റ് വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ GB റെഡ്ഡി. ISSF വേൾഡ് ജൂനിയർ ലോകകപ്പ് മെഡൽ നിലയിൽ ഒന്നാമതെത്തിയത് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ അംഗീകാരമുള്ളതും ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റാൻഡ് എലോൺ യൂട്ടിലിറ്റി സ്കെയിൽ ബാറ്ററി സ്റ്റോറേജ് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യേ. അപ്പോൾ അടുത്തത് മെയ് 31. CAPFകളിലൂടെയും ആസാം റൈഫിൾസിനെയും വിരമിക്കുന്ന ഉദ്യോഗസ്ഥരായി ഓണറ്റി റാങ്ക് പ്രൊമോഷൻ പദ്ധതി ആരംഭിച്ച മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം. ലോക പുലയില വിരുദ്ധ ദിനം മെയ് 31. ഇന്ത്യയിലെ കാർഷിക പരിവർത്തനം ത്വരിതപ്പെടുത്താൻ കർഷകരെ ശാക്തീകരിക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിൻ വീക്ഷിത് കൃഷി സങ്കൽപ് അഭിയാൻ. 2025 മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീക് ഥാപ്പർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രാമീണ ശുചിത്വ സർവേയുമായി സ്വച്ഛ് സർവേക്ഷൺ ഗ്രാമീൺ SSH 2025 ആരംഭിച്ച മന്ത്രാലയം ജൽശക്തി മന്ത്രാലയം. ഫിഷറീസ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായത് പ്രൊഫസർ A. ബിജു കുമാർ. 2025 മാർച്ചോടുകൂടി 1000 കോടി മൂല്യത്തിലെത്തിയ റിസർവ് ബാങ്ക് ഡിജിറ്റൽ കറൻസി ഇ-റുപ്പി ഡോക്ടർ GB റെഡ്ഡി. ആൻറ്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകളെപ്പറ്റി പഠിക്കാൻ നാസയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പരീക്ഷണം. GEARS ജിനോമിക് യുമിഗ്രേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇൻ സ്പേസ്. ഇത്രയാണ് മെയ്യിലെ കറണ്ട് അഫയേഴ്സ്. എല്ലാവർക്കും ഉപകാരമാണോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് BVOC LDCയും VFAയും കമ്പനി ബോർഡ് LGSുമാണ്. അതിൽ കമ്പനി ബോർഡ് LGSനും VVOC LDCക്കും പ്രിലിമിനറി ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ അറിവ്. VFAയ്ക്ക് പ്രിലിമിനറി ഇല്ല. അങ്ങനെയാണ് ഞാനിട്ടൊരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് കണ്ടു, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്യണേ. എന്നാലേ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടില്ല, ക്ലാസ് ഉപകാരമില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത